ഹായ്, എല്ലാവർക്കും നമസ്കാരം. പോകാൻ പറ്റട്ടെ നമ്മളെ വോട്ടിന്റെ ചർച്ച ഒരു മിനിറ്റ്, കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റിയേക്കാൻ പറ്റും. ആ ഒരു വോട്ട് ചോരി കാര്യങ്ങളൊക്കെ ഒന്ന്, കള്ള വോട്ടിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് നാളത്തേക്ക് ഒന്ന് എല്ലാവരും മാറ്റിയേക്കട്ടെ. നമ്മളൊരു പുതിയൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യേണ്ടല്ലോ. പീഡന കേസുകളാണ് തന്നെയാണ്. പീഡന കേസുകൾ 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ദേവത പ്രത്യക്ഷപ്പെട്ടിട്ട് ഒക്കെ ആണ് അവരൊക്കെ അത് പങ്കുവെക്കുന്നത്. അപ്പോഴാണ് ഓർമ്മ വരുന്നത്, അയ്യോ അന്ന് നടത്തിയത് പീഡനമായിരുന്നു, എനിക്ക് അയച്ച മെസ്സേജുകൾ അശ്ലീലമായിരുന്നു എന്നൊക്കെ അവർക്ക് ബോധോദയം ഉണ്ടാകുന്ന സമയമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആണ് ഇലക്ഷന്റെ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇലക്ഷൻ സമയമാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ എന്തായാലും അവർ പറയുന്ന കാരണം പെണ്ണുങ്ങൾ പറയുന്നതിനാണ് വാല്യൂ ഉള്ളത്. ആണുങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ അതിനും കാട്ടിയും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം പെണ്ണുങ്ങള് എന്താ പറയാ, അത്തരത്തിൽ തന്നെയാണ് ആണുങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത്. പണവും പ്രതാപവുമുള്ള ആളുകളെ ഒക്കെ ചുളിവിൽ വന്നുകൂടി അവരോടൊപ്പം തിന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ തെറ്റിപ്പിരിഞ്ഞ് അതാക്കാണ്ടാവുമ്പോൾ പിന്നെ ഇറങ്ങി പുറപ്പെടുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കോടതി വേടന്റെ കേസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഉഭയകക്ഷി സമ്മതത്തോടു കൂടി നടത്തുന്ന ശാരീരിക ബന്ധങ്ങളൊന്നും ഒരിക്കലും പീഡനമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നത്. അതൊക്കെ തന്നെയാണ്, അത് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. നല്ല സമയങ്ങളിൽ ഫ്രണ്ട്ഷിപ്പായി എടുക്കുന്ന സമയത്ത് ഇവരൊക്കെ കൂടെ നടക്കുകയും എന്തെങ്കിലും കാരണവശാലെ തെറ്റിപ്പിരിഞ്ഞു കഴിഞ്ഞാൽ പീഡന കഥകളായി, അശ്ലീല സന്ദേശം അയച്ചായി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ലേ. അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ശ്രദ്ധ തിരിക്കാന്നുള്ളത്, ആളുകളെ ശ്രദ്ധ തിരിക്കാന്നുള്ളത്. ഇപ്പൊ എന്തായി, എല്ലാവർക്കും ചാനലുകാർക്ക് കിട്ടി, അവരുടെ റൈറ്റിംഗ് അതിന്റെ പിന്നാലെ കോലും ആയിട്ട് ഓടി നടക്കുന്ന ഒരു വെപ്രാളത്തിലാണ്. അതൊരു പെണ്ണായത് കൊണ്ട് തന്നെയാണ്. ആണുങ്ങളെ എടുത്ത് വരുമോ? ഇല്ല, ഒരിക്കലും ഇല്ലട്ടാ. ആണുങ്ങളെ എടുത്ത് വരില്ല, റൈറ്റും കിട്ടൂല. പെണ്ണുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റൈറ്റ് ഉണ്ട്. പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ, ചോറ് തിന്ന മലയാളികൾ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു സത്യം എന്താണെന്ന്, കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. അപ്പൊ വോട്ട് ചോരിയും പോയി, മറ്റുള്ള കഥകൾ പോയി, വർഗീയത പോയി, എല്ലാം ഒരു പെണ്ണ് വന്നോട്ട് ഒക്കെ കണ്ട് പോയിട്ടുണ്ട്. സൈഡിലാണ് ഇപ്പൊ എല്ലാം, സൈഡിലാണ്. ആ രാഹുൽ ഗാന്ധി പാവം ഓടി നടന്നുകൊണ്ട് തന്നെ അതിന്റെ ഈ കേരളത്തിന് അകത്തും പുറത്തും നടക്കുന്ന വോട്ട് ചോരിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുകൊണ്ടിരിക്കുന്നത്. അതിലെത്ര കണ്ട് സത്യമുണ്ട് കാര്യങ്ങളെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അവർ സത്യസന്ധത ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം എന്താണ് പീഡന കഥ കാര്യങ്ങളൊക്കെ 3.5 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞൊക്കെ ഇത്തരം കഥകളായിട്ട് മുന്നോട്ട് വരുന്നവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിശയമായിട്ടൊരു കാര്യം എനിക്ക് തോന്നിയെന്ന്, ഒരു പെണ്ണ് പീഡന കഥകൾ വന്ന് പറയുന്ന ഒരു സ്റ്റൈല് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. എന്ത് സന്തോഷത്തോടെ ഹാപ്പി ആയിക്കൂടെ തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തോന്നിയില്ല സംഭവം? തോന്നിയിട്ടുണ്ടാവും. കാരണം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം അങ്ങനെ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് ഇങ്ങനെ വളരെ സന്തോഷവതിയായിട്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്കൊരു പേരും ഇട്ടിട്ടുള്ളത്, പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ എന്ന് പറഞ്ഞിട്ട്. വെറുതെ കിട്ടിയിട്ടുള്ള ഒരു പേരൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വർഗീയതയും മറ്റുള്ള കാര്യങ്ങളും ഒന്നും പച്ചപിടിക്കാത്തതിന്റെ ഒരു ലക്ഷ്യം അത് തന്നെയാണ്. നമ്മുടെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യം തന്നെ. ആ ഒരു അർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആ ഒരു അവജ്ഞതയോടുകൂടി തന്നെ തള്ളിക്കളയും, ചവിട്ടുകൊട്ടയിലിടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, പബ്ലിസിറ്റി കിട്ടാനും അറിയപ്പെടാനും വേണ്ടി ചില ആളുകൾ നടത്തുന്ന നാടകവും അതുപോലെ തന്നെ ചില കേസിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു വഴിയുമായിട്ടാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് കാണാൻ സാധിക്കുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതിനെക്കാട്ടും ദുരനുഭവമുള്ള ഒരുപാട് ആണുങ്ങളുണ്ട്. അവരെ കബളിപ്പിച്ചുകൊണ്ട് തന്നെ, അവരെ കൂടെ നടന്നുകൂടെ തന്നെ, ചങ്കായി നടന്നുകൂടെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളെത്തോണ്ട് തെറ്റിപ്പിരിയുമ്പോൾ പിന്നെ അവരെ പീഡന കഥയായി, അവരെ പീഡിപ്പിച്ചെന്ന് പറയലായി, അശ്ലീല സന്ദേശം, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആരും ഇത് ആണുങ്ങൾ പറയുന്ന സമയത്ത് അത് ഏറ്റെടുക്കാനോ അത് പറയാനോ അവർക്ക് പിന്തുണ കൊടുക്കാനോ ആരും ഉണ്ടാവില്ല. പെണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഓടി വരും. പെണ്ണുങ്ങൾക്കാണ് വേലി. പെണ്ണ് പറയുന്നത് പീഡനം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് ഏറ്റെടുക്കാനും അതിന്റെ കൂടെ പിടിക്കാനും ആളുകൾ ഉണ്ടെന്ന് കൂടെ തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇതിന് രംഗത്തേക്ക് വരുന്നത്. അപ്പൊ എന്തായാലും ഇതൊക്കെ ആ ഒരു അർത്ഥത്തിൽ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ എന്തായാലും ഈ ഒരു ന്യൂസ് കഴിച്ച് നമുക്ക് വരാം. ഇതൊക്കെ കുറച്ച് ഓടട്ടെ. ഓടിക്കഴിഞ്ഞ ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ, വോട്ട് ചോരിയുടെയും കള്ളക്കഥകളും കള്ള വോട്ടുകളെയും കുറിച്ച് നമുക്ക് അപ്പൊ ചർച്ച ചെയ്യാം. ഇനിയും സമയമുണ്ടല്ലോ. എന്തായാലും നമ്മളത് ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിലുള്ള ആളുകളെ പൊളിച്ചടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതുവരേക്കും ഇവരിവിടെ കിടന്നിട്ട് ഇങ്ങനെ വിലസട്ടെ. ഓക്കെ, താങ്ക് യു.